ദൈവനാമത്തിന് മഹത്വം. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ കോവിഡ്-19 എന്ന മഹാമാരി നിമിത്തം മരണഭീതിയിലും രോഗഭീതിയിലുമായിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ദിനേന ദൈവത്തെ പാടി ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ഭവനങ്ങളിൽ തികച്ചും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ചില മാസങ്ങളായി അതിശക്തമായി നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ ആരാധനകൾ ആലയത്തിൽ നഷ്ടപ്പെട്ടുവെങ്കിലും ആരാധന നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വലിയ വിശ്വാസവും ഒരു നല്ല ബോധ്യവും നമുക്കുണ്ട്. രാത്രിയിൽ ആ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇവ രാത്രിയിലും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ വചനം കേട്ട് ബലം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് എല്ലാവർക്കും അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശവും ക്രിസ്തീയ ഗാനാലാപനവും ഈ പ്രോഗ്രാം ഞങ്ങൾ രാത്രി ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളെ ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ഒരു പ്രാവശ്യം ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളിവിടെ പാടുന്നുവെങ്കിലും ഒരുപക്ഷെ ഭവനങ്ങളിലിരുന്നു, വാഹനയാത്രയിലോ ഒരുപക്ഷെ ജോലികളിലോ ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളും ഈ ആത്മീയ ശുശ്രൂഷയിൽ തികച്ചും പങ്കാളികളാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. രാത്രി സകല ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായ യേശു കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു സ്തോത്രഗാനം വിശുദ്ധ ഒരു മനോഹരമായിരിക്കുന്ന കാവ്യകീർത്തനം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ആരാധനാ കീർത്തനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനം. ഏറ്റവും അധികം സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദ് പ്രപഞ്ചത്തെ നോക്കി പ്രകൃതിയിലെ ഭംഗിയെ കണ്ട് ദൈവം തന്റെ അകത്ത് കൊടുത്തൊരു വെളിപ്പാടിങ്ങനെ പറയുവാനിടയായി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. ആ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ വലിയ മഹത്വത്തെ കാണാൻ ദൈവം ഇന്ന് രാത്രിയിലും നമുക്ക് അവസരമൊരുക്കട്ടെ. ഇന്ന് വരെ അവസരമൊരുക്കിയ ദൈവം ഇന്ന് രാത്രിയിലും പാടി മഹത്വീകരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തെ പാടി ഇന്ന് രാത്രി ആരംഭിക്കാൻ. ഓ ദൈവമേ, രാജാതിരാജ ദേവാദേവ എന്നുള്ള മനോഹരമായ ഒരു സ്തോത്രഗാനത്തോടെ ഈ സായം സന്ധ്യയിൽ ഞങ്ങൾ ഈ ആത്മിക സംഗീത ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാണ്. ദൈവമേ, രാജാതിരാജ ദേവാ, ആദിയന്തം ഇല്ല മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു നങ്ങുന്നേ. ഓ ദൈവമേ, രാജാതിരാജ ദേവാ, ആദിയന്തം ഇല്ലാ മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ.
സൈന്യങ്ങളിൽ നായകൻ അങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും ഇമ്മാനുവേൽ വീരനാം ദൈവവും നീ, അന്യമില്ലേതും തവ നാമം പോ. സൈന്യങ്ങളിൽ നായകൻ അങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും ഇമ്മാനുവേൽ വീരനാം ദൈവവും നീ, അന്യമില്ലേതും തവ നാമം പോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. ഏഴയന്നെ ഇത്രമേൽ സ്നേഹിച്ചിടാ എൻ ദൈവമേ, എന്തുള്ളു നീജന്യാ. തിരുഹിതം തന്നെ വീണ്ടെടുപ്പാ, ക്രൂശിനോളം നീ നിന്നെ താഴ്ത്തി. ഏഴയന്നെ ഇത്രമേൽ സ്നേഹിച്ചിടാ എൻ ദൈവമേ, എന്തുള്ളു നീജന്യാ. തിരുഹിതം തന്നെ വീണ്ടെടുപ്പാ, ക്രൂശിനോളം നീ നിന്നെ താഴ്ത്തിയേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. ഓ ദൈവമേ, രാജാധിരാജാ ദേവാ, ആദിയന്തം ഇല്ല മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ. സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ശബ്ദം എത്രമാത്രമുണ്ടോ അത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാൻ ഉപയോഗിക്കുക എന്നതാണ് ഒരാത്മീകന്റെ ജീവിതത്തിലെ ആരാധനയിലെ ഏറ്റവും ശ്രേഷ്ഠത എന്നുള്ളതാണ്. അടുത്ത ഗാനം നമ്മെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്തു കണ്ടു നീ ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാൻ,
ഒരു യോഗ്യതയും പറയുവാനില്ലാതിരുന്ന സ്ഥാനത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അയോഗ്യനായി ജീവിച്ച ജീവിത കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ നമ്മളിൽ അയോഗ്യത കണ്ടപ്പോൾ ദൈവം നമ്മളിൽ കണ്ട ഒരു യോഗ്യത. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തൻ ആരാധനയിലും പ്രാർത്ഥനയിലും ഹൃദയം നിറയെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തു കണ്ടു ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ? യോഗ്യതയൊന്നും എനിക്ക് പറയാനില്ല, ഒന്നും എനിക്ക് തരാനില്ല. ഈ വലിയ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. മനോഹരമായ ഒരാരാധന ഗീതം ബ്രദർ ബോബൻ വീണ്ടും നമുക്ക് വേണ്ടി ആലപിക്കുന്നു പ്രാർത്ഥനയോടെ. ഈ ലൈവിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നവർ ഞങ്ങൾ പാടുമ്പോൾ ഈ ഗാനം ഒപ്പം ഞങ്ങളോടും ചേർന്ന് പാടാം. ഒരുമിച്ച് ഈ രാത്രിയിലും ദൈവമഹത്വം ഉയരട്ടെ. കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ.
രക്ഷയിൻ പദവിയാൽ വൻക്ഷമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും കൂടിയിരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ആളുകൾ നമ്മുടെ പല പ്രതിസന്ധികളിലും അകന്നു മാറുമ്പോൾ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, ഏത് പ്രതിസന്ധികളിലും ദൈവസാന്നിധ്യം നമ്മോട് കൂടിയിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് ങ്ങളിലും നമ്മെ നമ്മെ ഓർപ്പിക്കുന്നത് നിഴലായി ദൈവത്തിന്റെ സാന്നിധ്യം ഏത് പ്രതിസന്ധികളിലും നാം അനുഭവിക്കുന്ന അതേ ഒരു അനുഭവം. ഈ ഗാനം ആലപിക്കുന്നു സഹോദരി ബെബിന നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോട് ശ്രദ്ധിക്കുക.
വിഹിതമായ കേട്ടുകൊണ്ട് ഞങ്ങളെ ലൈവിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം പറയുന്നു. പ്രോഗ്രാമിൽ ഞങ്ങളുടെ ഒത്തിരി സ്നേഹിതർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ നല്ല ആ സപ്പോർട്ടിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ലൈവിൽ ഈ പ്രോഗ്രാം നടക്കുന്നുവെങ്കിലും പല ഒരുപക്ഷെ ഗാനങ്ങളിലൂടെ ദൈവസാന്നിധ്യവും ദൈവത്തിന്റെ വചനം കേട്ട് ആത്മീക ബലവും ദൈവമക്കളെ പറയുന്നു. ഈ ഗാനങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ വചന ശുശ്രൂഷയും ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വിലയേറിയ ഒരു ഭാഗ്യമാണല്ലോ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിപ്പാൻ ഈ ലൈവ് പ്രോഗ്രാമിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട അതിഥിയായി അനുഗ്രഹീത പ്രഭാഷകനായ സുനിൽ വേട്ടമല ദൈവദാസ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും കുറവലങ്ങാട് ബഹുമാന്യ ദൈവദാസിന്റെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വന്ദനങ്ങൾ അറിയിക്കുകയാണ്. സൃഷ്ടിപ്പിന്റെ വിവരണം ആയിരിക്കുമ്പോൾ 11-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള 40 അധ്യായങ്ങൾ ചരിത്രമായിരിക്കും. പിതാക്കന്മാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ 4 പിതാക്കന്മാർ: അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ്. 11 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ അബ്രഹാം പിതാവിനെ കുറിച്ച് കാണുമ്പോൾ 26, 27 അധ്യായങ്ങൾ ഇസ്ഹാക്കിനെ കുറിച്ചാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 28-ാം അധ്യായം മുതൽ 30 യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ യോസേഫിനെ കുറിച്ചും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 10 അധ്യായങ്ങൾ സൃഷ്ടിപ്പിന്റെ വിവരണം. അതിൽ ചില അധ്യായങ്ങൾ നമ്മൾ വായിക്കാതെ വിടാറുണ്ട്. അങ്ങനെ നമ്മൾ ചില അധ്യായങ്ങൾ വായിക്കാതെ വിട്ടാൽ ദൈവം അതിനിടയിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മനോഹരമാകുന്ന നിക്ഷേപങ്ങൾ ജീവനുള്ളവരായി ജീവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവ സ്തോത്രം. മരണം എന്ന വിഷാദാത്മകമായ പല്ലവി ഉരുവിടാതെ ജീവനെ കുറിച്ച് പങ്കുവെക്കുന്ന ദൈവഭക്തന്മാർക്കായി ഞാൻ കർത്താവ് ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് 3 കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഹാനോക്കിന്റെ രണ്ടാമതായിട്ട് ഹാനോക്കിന്റെ ജീവിത നിലവാരം, മൂന്നാമതായിട്ട് ഹാനോക്കിന്റെ ജീവിത അവസാനം. ഒന്ന്, ഹാനോക്കിന്റെ ജീവിതം. എന്തായിരുന്നു ഹാനോക്കിന്റെ ജീവിതം? 24-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിന് മഹത്വം. 22-ാം വാക്യം: ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. ഹാനോക്കിന്റെ ജീവിതം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. 365 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യന്റെ ജീവിതം ഒറ്റ വാചകത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്തപ്പോൾ അതിങ്ങനൊരു വാചകമായിരുന്നു. പല പ്രായത്തിലുള്ള ആളുകൾ ശ്രോതാക്കളായിട്ട് നമുക്ക് മുൻപിലുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം ഒറ്റ വാക്കിൽ ഒന്ന് സംഗ്രഹിക്കാമോ? പലരും അങ്ങനെ സംഗ്രഹിച്ചാൽ മഹാ കോമഡി ആയിരിക്കും. ഇവിടെ ഇതാ ഹാനോക്കിന്റെ ജീവിതം ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിന്റെ ചില വേർഷനുകളിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: He spent his life in fellowship with God. ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ദൈവത്തോടു കൂടെയുള്ള അവൻ കൂട്ടായ്മയിൽ ചെലവഴിച്ചു.
അദൃശ്യനായ ദൈവത്തോടൊത്തുള്ള കൂട്ടായ്മയത്രേ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. കൊലോസ്യർ 2:6 വായിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കണം എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ എന്ന് എഴുതിയിരിക്കുന്നു. തുല്യ ചിത്തന്മാർക്ക് മാത്രമേ ഒരുമിച്ച് നടക്കാൻ കഴിയുകയുള്ളൂ. രണ്ടുപേരെ ഒന്നിച്ചു പോകണം. നമ്മളുടെ കൂട്ടായ്മകളിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ രസകരമായ പല കാര്യങ്ങളും കാണാം. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും വരുന്നത് നോക്കുക. ചിലപ്പോൾ അച്ചായൻ നേരത്തെ പോരും, അമ്മാമ്മ വൈകിയാണ് വരുന്നത്. എന്താ ഒന്നിച്ച് നടക്കാൻ എന്തോ ഒരു കഴിയാത്തൊരവസ്ഥ. അതാണ്, അല്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചതല്ല. മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. എന്താ കാരണം? ഒന്നിച്ച് നടക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തോടുകൂടി ഒത്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ജീവിതം പരിഭാഗപ്പെടുത്തിയിരിക്കുന്ന സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം കൂടെ നടന്നു എന്നുള്ളതാണ്. ദൈവം കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ഒരുമിച്ച് നടന്നു എന്നുള്ളതാണ്. ദൈവത്തോടു കൂടെ നടക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പോകുന്ന സ്ഥലത്ത് പോകാതിരിക്കാൻ സാധ്യമല്ല. ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് പോകുവാനും സാധ്യമല്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് പോകാൻ സാധ്യമല്ല. ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പോകുന്ന സ്ഥലത്ത് പോകാതിരിക്കാനും സാധ്യമല്ല. പഴയ കാലത്ത് പഠിച്ച ഒരു VBS ഗാനം ഇങ്ങനെ ഓർമ്മ വരുന്നു. യേശു നല്ലൊരു ദൈവം, സാത്താനോ ഒരു ചതിയൻ. യേശു നല്ലൊരു ദൈവം, സാത്താനോ ഒരു ചതിയൻ. ആരെ നമുക്ക് വേണം, ആരോടൊപ്പം പോണം. ആരെ നമുക്ക് വേണം, ആരോടൊപ്പം പോണം. യേശു നമുക്ക് വേണം, ചതിയൻ നമുക്ക് വേണ്ട. യേശു നമുക്ക് വേണം, ചതിയൻ നമുക്ക് വേണ്ട. യേശുവിനൊപ്പം പോകാം, യേശുവിനൊപ്പം കൂടാം. യേശുവിനൊപ്പം പോകാം, യേശുവിനൊപ്പം കൂടാം. ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ലോകപ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ എഴുതിയ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കഥയാണ് അദൃശ്യനായ സ്നേഹിതൻ. അദൃശ്യനായ സ്നേഹിതൻ എന്ന പേരുള്ള ഒരു വലിയ കഥ, വളരെ ജനപ്രിയമായ ഒരു കഥ. ചുരുക്കം വാക്കുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിടത്ത് ഒരു മനുഷ്യൻ പാർത്തിരുന്നു. തനിയായിരുന്നു പാർത്തിരുന്നത്. ഭാര്യയോ മക്കളോ തനിക്കുണ്ടായിരുന്നില്ല. കൂട്ടുകാരെയും കാണാനുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കൂട്ടുകാരൻ തനിക്കുള്ളതുപോലെ ആ മനുഷ്യൻ അഭിനയിച്ചിരുന്നു. നടക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് നടക്കും. മൊബൈൽ ഫോണിലല്ല, അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ആരോടോ സംസാരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ ഒതുങ്ങി മാറി എന്നിട്ട് കൂട്ടുകാരനോട് പറയും, കയറിക്കോളൂ. കൂട്ടുകാരൻ കയറി എന്ന് ബോധ്യമായി കഴിയുമ്പോൾ അകത്ത് കയറും. തന്റെ ബെഡ്റൂമിൽ 2 കട്ടിൽ ഉണ്ടായിരുന്നു. താൻ തനിയാണ് താമസിക്കുന്നത്. പക്ഷെ ആ ബെഡ്റൂമിൽ 2 കട്ടിലുണ്ട്. മറുവശത്തെ ബെഡ്ഷീറ്റ് വിരിച്ച് ശരിയാക്കിയിട്ട് തലയിണ ഭംഗിയായിട്ട് സജ്ജീകരിച്ച ശേഷം കൂട്ടുകാരനോട് കയറി കിടന്നോളൂ എന്ന് പറയും. എന്നിട്ട് ഇങ്ങേ ബെഡിൽ കയറി കിടന്ന് അങ്ങോട്ട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കും. പക്ഷെ ആ ബെഡിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അങ്ങേർ മരിച്ചപ്പോൾ ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്രേ, അങ്ങേർക്ക് അദൃശ്യനായ ഒരു സ്നേഹിതനുണ്ടായിരുന്നുവെന്ന്. ഓ ജീസസ്, അദൃശ്യനായ ഒരു സ്നേഹിതനുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ തനിയെ വാഹനം ഓടിച്ചു പോയപ്പോൾ ആ സ്നേഹിതനോട് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യപ്പോൾ മറ്റാരും കാണാതെ നമ്മൾ ആ സ്നേഹിതനോട് സംസാരിച്ചിട്ടില്ലേ? രാത്രി നമ്മൾ കിടക്കുമ്പോൾ കൂടെ കിടക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ ആ സ്നേഹിതനോട് സംസാരിച്ചില്ലേ? നമ്മുടെ കണ്ണുകൾ അവൻ നിറഞ്ഞൊഴുകിയപ്പോൾ, നമ്മുടെ കണ്ണുനീർ തലയിണ ഒപ്പിയെടുത്തപ്പോൾ ആ സ്നേഹിതൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടില്ലേ? അതെ, അങ്ങനെയുള്ള നല്ലൊരു സ്നേഹിതനുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി.
ഹാനോക്കിന്റെ ജീവിതം 365 വർഷമായി. 300 വർഷം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. നല്ല എഴുതിയിരിക്കുന്നത്. അതെ. അപ്പോൾ ഹാനോക്കിന്റെ മാനസാന്തരം എന്തായിരുന്നു? എന്നായിരുന്നു ഹാനോക്കിന്റെ മാനസാന്തരത്തിന് കാരണം? എന്തായിരുന്നു? 365 വയസ്സ് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 65 വർഷം ദൈവത്തോടു കൂടെ നടക്കാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള 300 വർഷങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുകയും ചെയ്തു. ചിലരാണെങ്കിൽ 300 വർഷം പിശാചിനോട് കൂടെ നടന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പ്രായമാകുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കാൻ വരുന്ന ആളുകളുണ്ട്. ഹനോക്ക് അങ്ങനായിരുന്നില്ല. തന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ കാലഘട്ടം ദൈവത്തോടു കൂടെ നടക്കാൻ കഴിഞ്ഞില്ല. അതൊരു 65 വർഷമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നീടുള്ള 300 സംവത്സരവും താൻ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. എന്തായിരുന്നു ഹാനോക്കിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്? തനിക്ക് എന്തായിരുന്നു മാറ്റമുണ്ടായത്? ഞാൻ വേദപുസ്തകത്തിൽ പരതി നോക്കി. ഹാനോക്കിനെ കുറിച്ച് 7 വാക്യങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ. അത് വായിക്കാനേ നിവൃത്തിയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ 4 വാക്യങ്ങൾ, എബ്രായ ലേഖനത്തിൽ 1 വാക്യം, യൂദയുടെ ലേഖനത്തിൽ 2 വാക്യം. അങ്ങനെ 4+2+1=7 വാക്യങ്ങൾ മാത്രം. അപ്പോൾ ഹാനോക്കിന്റെ ജീവിതം പഠിക്കണമെങ്കിൽ 7 വാക്യങ്ങൾ മാറി മാറി നോക്കാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ ശ്രദ്ധിച്ചത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹാനോക്കിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് 65-ാം വയസ്സിലായിരുന്നു. അപ്പോൾ എന്താണ് ജീവിതത്തിൽ അന്നുണ്ടായ സംഭവം? എന്താണ് നമുക്ക് മനസ്സിലാക്കാം. 65-ാമത്തെ വയസ്സിൽ തനിക്കൊരു മകനുണ്ടായി. അപ്പോൾ ചോദിക്കും, പാസ്റ്ററെ, ഒരു മകനുണ്ടായാൽ മാനസാന്തരം ഉണ്ടാകുമോ? 7 മക്കളുള്ള അനേകർക്ക് യാതൊരു മാനസാന്തരവും ഇല്ലല്ലോ. ദൈവത്തിന് അങ്ങനെ എഴുതി വെച്ചിട്ടില്ല ബൈബിളിൽ. എന്തായിരുന്നു ഹാനോക്കിന് മാനസാന്തരം പറയുകയാണ്. ഹാനോക്കിന്റെ ഭാര്യ ഹാനോക്ക് ലേബർ റൂമിന്റെ വാതിൽക്കൽ കൂടെ അച്ചമ്മനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നേഴ്സ് എന്ന് പറഞ്ഞു ഹാനോക്കിനെ വിളിക്കുന്നു. അടിമുടി ഡോക്ടർ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ ഉള്ള ധൈര്യം കൂടെ പോയി കിട്ടി. ധൈര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ നോക്കിയത്. ഡോക്ടർ പറഞ്ഞിരിക്കണം, ഹാനോക്ക് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് താങ്കളുടെ ഭാര്യ. അമ്മ വേണോ കുഞ്ഞു വേണോ എന്ത് വേണം പറഞ്ഞോളൂ, രണ്ടിനെയും കൂടെ കിട്ടുകയല്ല. ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താവാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേനെ കുഞ്ഞു മതി. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ? അമ്മയില്ലാതെ കുഞ്ഞുണ്ടാകുമോ? പക്ഷെ കുഞ്ഞിനെ വേണ്ട എന്ന് എങ്ങനെ പറയും? വയസ്സ് 65ആയി. കളിപ്പാട്ടങ്ങൾ വാങ്ങി വെച്ചുപോയി, കുട്ടിയുടുപ്പുകൾ വാങ്ങി വെച്ചുപോയി. അപ്പോൾ അമ്മ വേണ്ടെന്ന് പറയാനൊക്കെയോ? സാധ്യമല്ല. കുഞ്ഞു വേണ്ടെന്ന് പറയാനൊക്കെയോ? സാധ്യമല്ല. എന്തു വേണം എന്നറിയാതെ സ്തബ്ധനായി നിൽക്കുന്ന ഹാനോക്കിനോട് ഇറങ്ങിപ്പോടോ. അന്ന് വരെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ലാത്ത മനുഷ്യൻ നെഞ്ചത്താർത്തല എന്റെ ദൈവമേ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. കുറെ കഴിഞ്ഞ് സിസ്റ്റർ വന്നു. ഹാനോക്ക് പേടിക്കണ്ട കേട്ടോ, ആൺകുഞ്ഞാണ്. ഹാനോക്ക് ഉറക്കെ കരയാൻ തുടങ്ങി. എന്താ അതിന്റെ അർത്ഥം? 2-1 കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അമ്മ പോയെന്നല്ലേ. ഉറക്കെ കരയാൻ തുടങ്ങിയ ഹാനോക്കിനെ ആശ്വസിപ്പിച്ചു. നേഴ്സ് പറഞ്ഞു, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഡോക്ടർക്കായിരുന്നു സംശയം വന്നത്. ഹാനോക്കിന് ഉറപ്പുണ്ട്. ഡോക്ടർക്ക് സംശയം വന്നൊന്നുമല്ല. അല്പം മുമ്പ് നെഞ്ചിലടിച്ച് താൻ ആഞ്ഞൊന്ന് വിളിച്ചത് സ്വർഗത്തിലെത്തുവാൻ കാര്യമായിട്ട് ദൈവമേ എന്ന് ആ ഉറക്കെ വിളിച്ച തുറന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയിലുമുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാണ് ഇത്രയും ഭാരങ്ങൾ? എന്തിനാണ് ഇത്രയും വേദനകൾ? ഇത്ര നല്ലൊരു സ്നേഹിതൻ നമ്മോട് കൂടി ഇത്രയും വ്യാകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? യേശു കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് ദുഃഖം? നാളെ ചൊല്ലി നന്നായി ക്രമീകരിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമൊരുക്കാൻ മതിയായവനായിട്ടുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഹാനോക്കിന്റെ ജീവിതം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹല്ലേലൂയ. അപ്പോൾ ഹാനോക്കിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ സായനത്തിൽ ദൈവത്തോടു കൂടെ നടക്കാൻ മനസ്സുള്ള എല്ലാ ദൈവമക്കൾക്കും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മളെ എന്തു പഠിപ്പിക്കുന്നു? പലരും ജീവിതാനുഭവങ്ങൾ യാദൃശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. ദൈവമക്കളെ,
ഒന്നും യാദൃശ്യമല്ല. എല്ലാം ദൈവത്തിന്റെ ടൈം ടേബിൾ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചതെന്ന് നല്ല ബോധ്യമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് ദൈവത്തോട് രണ്ടാമതായിട്ട് ഹാനോക്കിന്റെ ജീവിത നിലവാരം. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന് ജനിച്ച മകന്റെ പേര് മെഥൂശലഹ് എന്നായിരുന്നു. ബൈബിളിൽ ഏറ്റവും അധികം ആയുഷ്കാലം ജീവിച്ചിരുന്നയാൾ ഹാനോക്കിന്റെ മകനാണ് മെഥൂശലഹ്. ബൈബിളിൽ ഏറ്റവും അധികം ആയുഷ്കാലം ജീവിച്ചിരുന്ന രണ്ടാമത്തെ ആൾ യാരദാണ്. ഹാനോക്കിന്റെ പിതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ ഹാനോക്കിന്റെ പിതാവിന് 962 വർഷം, ഹാനോക്കിന് മകന് 965 വർഷം. ഹാനോക്കിന് 365 പോയല്ലോ, കുറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് നമുക്ക് വിഷമം തോന്നും. പക്ഷേ ഹാനോക്കിന് കുറഞ്ഞു പോയിട്ടില്ല. ഹാനോക്ക് ഇന്ന് വരെ മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഹാനോക്കിന്റെ ജീവിത നിലവാരം എന്തായിരുന്നു? മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം തന്റെ ആത്മീയ ജീവിതം ആരംഭിച്ചു. അതിനുശേഷം ജനിപ്പിച്ചിട്ട് തന്റെ നല്ലൊരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കുവാൻ ഇടയായി. അതിന്റെ അർത്ഥം ഹാനോക്കിന്റെ ജീവിത നിലവാരം ഒരു സാധാരണ ജീവിതമായിരുന്നു. ഒരു സാധാരണ കുടുംബസ്ഥനായിരുന്നു ഹാനോക്ക്. ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു സാധാരണ ജീവിതം മതിയാകും. ഹാനോക്കിന് ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമാണ്, പക്ഷെ എന്റെ മഹാ തടസ്സമാണ് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ട്. തടസ്സങ്ങൾ ദൈവം മനഃപൂർവമായി പോകുന്നതിനിടയ്ക്ക് ടേബിൾ കൊണ്ടുവച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഓട്ടം നിർത്തി തിരിച്ചു പോകണമെന്നാണോ? അല്ല, ഓട്ടത്തിനിടയിൽ ഒരു ചാട്ടം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അലോസരമുണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, സത്യം. എന്നാൽ എന്തിനാണ് ദൈവം അത് കൊണ്ടുവച്ചിരിക്കുന്നത് അറിയാമോ? ചാടി കയറാൻ വേണ്ടിയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഹാനോക്കിന്റെ നമ്മുടെ ദൈവത്തോടു കൂടെ നടക്കുന്നതിന് ഭാര്യ ഒരു തടസ്സമല്ല, ഭർത്താവ് ഒരു തടസ്സമല്ല, കുഞ്ഞുങ്ങൾ ഒരു തടസ്സമല്ല. അവരിലൊക്കെയും കുറവുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ഒരു തടസ്സമല്ല. മറിച്ച് അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി, കൂടുതൽ ആത്മബലം ധരിക്കുവാൻ വേണ്ടി ദൈവം എനിക്ക് നൽകിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കും. ായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എബ്രായലേഖനം 11-5 വാക്യം വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഹാനോക്കിന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരെയും പ്രസാദിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആദാമനാണ് ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ആദാമിന്റെ മകൻ ശേത്ത്, ശേത്തിന്റെ മകൻ ഏനോശ്, ഏനോശിന്റെ മകൻ കേനാൻ, കേനാന്റെ മകൻ മഹലലേൽ, മഹലലേലിന്റെ മകൻ യാരദ്, യാരദിന്റെ മകൻ ഹാനോക്ക്. അങ്ങനെ ആദാം മുതൽ 7-ാമനാണ് ഹാനോക്ക്. ഹാബേൽ മരിച്ചുപോയല്ലോ. ഹാബേലിന് പകരമായിട്ട് ദൈവം ആദത്തിന് കൊടുത്ത മകനാണ് ശേത്ത്. ആ ശേത്തിന്റെ പരമ്പരയിൽ ഉണ്ടായ ആളാണ് നമ്മുടെ കഥാപുരുഷനായ ഹാനോക്ക്. എന്നാൽ ആദാം മുതൽ 7-ാമനായ മറ്റൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. കായീന്റെ പരമ്പരയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ലാമേക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കാലത്താണ് അധർമ്മം ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ കാലത്താണ് ബഹുഭാര്യാത്ത ഉടലെടുത്തത്. നോക്കൂ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹാനോക്കിന്റെ കസിൻ ജീവിച്ചതുപോലെ അല്ല ഹാനോക്ക് ജീവിച്ചത്. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കേണ്ടുന്നവരല്ല നമ്മൾ. വ്യത്യസ്തമായി ജീവിക്കാൻ ജീവിതത്തെ ദൈവസ്ഥാനിൽ സമർപ്പിച്ചിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു സാധാരണ ജീവിതമായിരുന്നു ഹാനോക്കിനുണ്ടായിരുന്നത്. ഏത് മനുഷ്യനും മുൻനിരയിലെത്തുന്നതിന് ഒരു അസാധാരണ ജീവിതം ആവശ്യമില്ല. ഫിലേമോന്റെ ജീവിതത്തിൽ ഒനേസിമോസ് ലേഖനത്തിൽ ഒനേസിമോസ് എന്നുപേരുള്ള
ഒരു കഥാപാത്രം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒനേസിമോസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജനമുള്ളവൻ എന്നാണ്. നിർഭാഗ്യവശാൽ ഒനേസിമോസ് ആർക്കും പ്രയോജനമുള്ളവൻ ആയിരുന്നില്ല. അദ്ദേഹം ധനികനായ ജന്മി ഫിലേമോന്റെ വീട്ടിലെ അടിമയായിരുന്നു ഈ ഒനേസിമോസ്. പ്രയോജനമുള്ളവൻ എന്ന അർത്ഥമുള്ള ഒനേസിമോസ് ആർക്കും പ്രയോജനം ചെയ്തില്ല, തന്റെ തൊഴിലുടമയ്ക്കും പ്രയോജനം ചെയ്തില്ല. ഫിലേമോന്റെ വീട്ടിലായിരുന്നു അവിടുത്തെ സഭയുടെ കൂടിവരവെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ ഒനേസിമോസ് ഒരൊറ്റ കൂട്ടായ്മയ്ക്ക് കയറിയില്ല എന്ന് മാത്രമല്ല, പണിക്കള്ളനും ആയിരുന്നു. പണി ചെയ്യാൻ മഹാമടി. അങ്ങനെ പണിയാൻ മടിയനായ ഒനേസിമോസ് എന്ന അടിമ ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വഴിയാത്രയ്ക്ക് വീട്ടിൽ നിന്നുള്ള പൈസയും അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോയത്. അങ്ങനെ പാഞ്ഞുപോയി റോമിൽ ചെന്നെത്തുവാനിടയായി. കുറ്റവാളി എവിടെ ചെന്നാലും ഒരു ചെറിയ കുറ്റമെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുകയില്ല, ഉറക്കം വരികയില്ല. അങ്ങനെ റോമിലും ചെന്ന് എന്തോ കുറ്റകൃത്യം ചെയ്ത് കുറ്റിക്കേസിൽ പിടിക്കപ്പെട്ട്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 14 ദിവസത്തേക്ക് ജയിലിലാകാനിടയായി. ജയിലിൽ ചെന്നപ്പോൾ എല്ലാവരും നല്ല വെള്ളയുടുപ്പും ഒക്കെ ഇട്ടിരിക്കുന്നു. വെള്ളയുടുപ്പ് വിശുദ്ധന്മാരുടെ വേഷമല്ല, യൂണിഫോമാണ്. എല്ലാവരും വെള്ളയുടുപ്പും ഒക്കെ ഇട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ച കണ്ട് ഒനേസിമോസ് ഞെട്ടിപ്പോയി. ഫിലേമോന്റെ വീട്ടിൽ പ്രാർത്ഥനയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പട മേടിച്ച് പന്തളത്ത് വന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറയുന്ന പോലെ ഇവിടെ എല്ലാവരും പാട്ടും പാടി ദൈവത്തെ ആരാധിക്കുന്നല്ലേ, എന്തായാലും ഇവിടെ ഒന്ന് കൂടിക്കളയാം. ഏറ്റവും പുറകിൽ പോയി ഒനേസിമോസ് ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. പാട്ട് കഴിഞ്ഞിട്ട് പ്രസംഗകൻ എഴുന്നേറ്റു. നല്ല മുഖം, പക്ഷെ എന്ത് ചെയ്യാം, കൈകളിൽ ചങ്ങല. ആ ചങ്ങലയും കയ്യിൽ കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ അപ്പോസ്തലനായ പൗലോസ് ആ ജയിലിൽ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും അവസാനം ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം തന്റെ സഹതടവുകാരോടായിട്ട് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചു. ഒനേസിമോസ് എഴുന്നേറ്റ് മുൻപോട്ട് എന്ന് സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ ഒരു കൂട്ടായ്മ സ്ഥലമുണ്ടോ? ഒരിക്കൽ പോലും അവിടെ കയറാൻ തോന്നിയിട്ടില്ലേ? ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ മനസ്സിലുണ്ടാകും. ഒന്ന് പോയി നോക്കണം, ഒന്ന് കയറി നോക്കണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ ഒനേസിമോസിനെ സംഭവിച്ചതുപോലെ ജയിലിൽ ചെന്നായാലും പ്രസംഗം കേൾക്കാൻ ഇരിക്കേണ്ട ദുസ്ഥിതി ഒരുപക്ഷെ ഉണ്ടായേക്കാം. ദൈവത്തിന് സ്തോത്രം. ഒനേസിമോസ് പ്രസംഗമെല്ലാം കേട്ടു. പൗലോസിന്റെ മുൻപിൽ തന്നെ സമർപ്പിച്ച്, ദൈവം മുമ്പിൽ സമർപ്പിച്ച് ഒരു ദൈവവേദനായി തീരുവാനിടയായി. തന്റെ ജയിൽ കാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ചെന്ന് കണ്ടു പറഞ്ഞു, അച്ചായ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? അങ്ങനെ പറയാൻ സ്ഥലമൊന്നുമില്ല. ഞാൻ അടിമയായിരുന്നു, ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്. ഇനിയും ആ രാജ്യത്തേക്കോ ആ വീട്ടിലേക്കോ പോകുന്നില്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം, ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. പൗലോസ് അപ്പോസ്തലൻ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഫിലേമോന്റെ വീട്ടിൽ. ഫിലേമോന്റെ വീട്ടിലാണോ? അത് ഒരു ആരാധന നടക്കുന്ന വീടല്ലേ? അതെ, ആ വീട് തന്നെയാണ്. അയ്യോ, ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ഓടിയാണോ രക്ഷപ്പെട്ടത്? എന്നാൽ അവിടേക്ക് തന്നെ മടങ്ങിപ്പോണം. എന്റെ പൊന്നച്ചായ, അടിമയെ കിട്ടിയാൽ തല്ലിക്കൊല്ലാം, FIR അടിക്കില്ല എന്നുള്ളത് ചായൻ അറിയില്ലേ? ഇനിയും അവിടേക്ക് ഞാൻ എങ്ങനെ ചെല്ലും? പേടിക്കണ്ട, ഞാനൊരു കത്ത് തരാം, ആ കത്തുമായിട്ട് പോയാൽ മതി. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് നൽകുവാൻ പൗലോസിന് വേണ്ടി എഴുതിയ ശുപാർശ കത്താണ് ഫിലേമോന്റെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ആ കത്ത് എഴുതുന്നത് നിറകണ്ണുകളോടെ ഒനേസിമോസ് നോക്കി, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായി നിനക്കും നല്ല പ്രയോജനമുള്ളവൻ അത്രേ. അവനെ ഞാൻ നിന്റെ അടുക്കൽ മടക്കി അയക്കുന്നു, ദാസനായിട്ടല്ല. ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വം വലിയ സ്വാധീനം അടിമയെയും ഉടമയെയും സഹോദരന്മാരായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാഹാത്മ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവനെ ഞാൻ നിന്റെ വീട്ടിൽ മടക്കി അയച്ചിരിക്കുന്നു, ദാസനായിട്ടല്ല. ദാസനും ഇതേ പ്രിയ സഹോദരനായിട്ട് തന്നെ. അവൻ എന്തെങ്കിലും കടംപെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാം. ഈ കത്തുമായിട്ട് ദൈവത്തിന് സ്തോത്രം.
ഒനേസിമോസ് ഫിലേമോന്റെ വീട്ടിൽ ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ധൈര്യമുണ്ട്, കത്ത് കയ്യിലുള്ളത് കൊണ്ടാണ്. കത്ത് കയ്യിലില്ലായിരുന്നെങ്കിൽ ധൈര്യത്തോടെ ചെല്ലാൻ സാധ്യമല്ലായിരുന്നു. കത്ത് വായിച്ചിട്ട് ഫിലേമോൻ ഒനേസിമോസിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, സഹോദര, മുമ്പേ നീ വീട്ടിലെ ജോലിക്കാരനായിരുന്നു, നീ എന്റെ അടിമയായിരുന്നു. ഇപ്പോൾ നീ എന്റെ അടിമയല്ല, നീ എന്റെ സഹോദരൻ തന്നെ. അവിടെ സഹായം നടക്കുന്ന വീടാണ്. പിറ്റേ ആഴ്ചയിൽ എന്റെ ഭാവന ഞാൻ പറയാം. ഫിലേമോൻ പറഞ്ഞിരിക്കണം, സഹോദരൻ അറിയാം, ഈ വീട്ടിലെ ജോലിക്കാരനായിരുന്നു, നാട് വിട്ടുപോയിട്ട് ചില മാസങ്ങളായി. അവൻ മടങ്ങി വന്നിരിക്കുകയാണ്. സാധാരണക്കാരനായിട്ട് മടങ്ങി വന്നിരിക്കുകയല്ല, പൗലോസ് അപ്പോസ്തലന്റെ കൈവപ്പ് കിട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചില വാക്കുകൾ അധികം സാക്ഷ്യം പറയും എന്ന് പറഞ്ഞിരിക്കണം. ഒനേസിമോസ് എഴുന്നേറ്റ് തന്റെ വാക്കുകൾ ആരംഭിച്ചു. ഒനേസിമോസിനെ ദൈവം കരങ്ങളിലെടുത്തു. ഫിലേമോന് മനസ്സിലായി ഒനേസിമോസിനെ ദൈവം വലിയൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്. ശുശ്രൂഷ ഉള്ളവന് ശുശ്രൂഷ വിട്ടുകൊടുക്കുക എന്നുള്ളത് ശുശ്രൂഷ ഉള്ളവരുടെ മര്യാദകളാണ്. ദൈവത്തിന് സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ ഒനേസിമോസ് പിൽക്കാലത്ത് ആ സഭയുടെ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. സഭാചരിത്രം. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒനേസിമോസിന് 1-ാം നൂറ്റാണ്ടിലെ ഒരു രക്തസാക്ഷിയായ ദൈവഭക്തൻ, ആമേൻ, സ്തോത്രം, രക്തസാക്ഷി ആകാൻ കൊല്ലപ്പെടാൻ പോയപ്പോൾ അന്തിമാഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സമീപസ്ഥലത്തുള്ള 7 സഭാ നേതാക്കന്മാർക്ക് ഒരു കത്തെഴുതാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ എഴുതിയ കത്തുകളിൽ ചിലത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഒരു കത്ത് ആരംഭിക്കുന്നത് എഫെസോസിലെ ബിഷപ്പായ ഒനേസിമോസിന് എഴുതുന്നത് എന്ന് പറഞ്ഞാണ് ആ കത്ത് ആരംഭിക്കുന്നത്. ആമേൻ. ഒനേസിമോസ് എന്ന അടിമ ആ രാജ്യത്തെ സാമൂഹികവും രാഷ്ട്രീയമാകുന്ന മണ്ഡലങ്ങളിൽ വളർന്ന് വികസിച്ച് അവിടുത്തെ ബിഷപ്പായി തീർന്നു. ഏത് സാധാരണക്കാരനും മുൻനിരയിലെത്താം. ആമേൻ. മുൻനിരയിലെത്തുന്നതിന് ഒരു അസാധാരണ ജീവിതം ആവശ്യമില്ല, സാധാരണ ജീവിതം മതിയാകും. ഹാനോക്കിന്റെ ജീവിത നിലവാരം സാധാരണ ജീവ നിലവാരമായിരുന്നു. സാധാരണക്കാരായ സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം ഒരു നാളും മറക്കുകയില്ല. ഹാനോക്കിന്റെ ജീവിതത്തിന്റെ 3-ാം ഭാഗം, ഹാനോക്കിന്റെ ജീവിതാവസാനം. ദൈവം അവനെ എടുത്ത് കാലഘട്ടങ്ങളെ വിവേചിക്കുന്നവരായിരിക്കും. ഹാനോക്കിന്റെ പ്രധാന പ്രവചന വിഷയം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും അന്ത്യ ന്യായവിധിയുമായിരുന്നു തന്റെ പ്രവചനവും തന്റെ പ്രസംഗവും. ആ ഹാനോക്കിന്റെ ജീവിതാവസാനം ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പലരും ഇല്ലാതെയാവുകയല്ല, ഹാനോക്ക് കാണാതെയായി. ദൈവം അവനെ എടുത്തു. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയായിരുന്നു. ദൈവവും ഹാനോക്കും അങ്ങനല്ലേ? നടന്ന് ഭൗമമണ്ഡലം വിട്ടു. ഭൗമമണ്ഡലത്തിന്റെ അപ്പുറത്തേക്ക് നടന്നു. ഭൂഗുരുത്വാകർഷണത്തിന്റെ മണ്ഡലം വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രത്യേക സ്പേസിൽ ഹാനോക്ക് എത്തിയതുപോലെ, ആമേൻ, ദൈവം പറഞ്ഞു, ഹാനോക്കെ, താങ്കൾ കഴിഞ്ഞ വർഷങ്ങൾ എന്നോട് കൂടെ നടക്കുകയായിരുന്നു. 300 വർഷങ്ങൾ നിങ്ങൾക്കൊരു നല്ല വീട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ലോകസുഖ സൗകര്യങ്ങളൊന്നും താങ്കൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ താങ്കൾ എന്നോട് കൂടെ നടന്നു. വേഗം ചെന്ന് ഗ്രഹകാര്യം ക്രമീകരിച്ചുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു നല്ല ഭവനം തരാൻ പോവുകയാണ്. ഹാനോക്ക് തിരിച്ചു വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്റെ അപ്പന്മാരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. വല്യപ്പൻ ആദം മാത്രമേ മരിച്ചിട്ടുള്ളൂ. 5 അപ്പന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവരോടെല്ലാം യാത്ര പറയണമല്ലോ. ആമൻ. വല്യപ്പൻ ശേത്തിന്റെ വീട്ടിൽ ചെന്നു. അപ്പച്ച, ഞാൻ ഒരു യാത്ര പോവുകയാണ്, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. എവിടേക്കാ മോനെ യാത്ര? എവിടേക്കാണെന്ന് എനിക്കറിയില്ല, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഓ, യാത്ര പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞേ. യാരതിനോടും യാത്ര പറഞ്ഞു. അവസാനമായിട്ട് മകന്റെ വീട്ടിലെത്തി. മകൻ മെഥൂശലഹിന് 300 വയസ്സ്. മെഥൂശലഹിനോടും യാത്ര പറഞ്ഞു. കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്താ അപ്പച്ച ഒരു സെന്റിമെന്റ്സ് അല്ല മോനെ, നീ ഉണ്ടായ അന്ന് മുതലാണ് ഞാൻ ദൈവത്തോടു കൂടെ നടക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. യാത്ര പറഞ്ഞ് അദ്ദേഹം തന്റെ ഭവനത്തിലെത്തി. വീടിന്റെ മുറ്റത്തെല്ലാം 100 കണക്കിന് ആളുകൾ. എല്ലാവരോടും
യാത്ര പറഞ്ഞതറിഞ്ഞ് ധാരാളം പേര് കൂടി നിൽക്കുകയാണ്. ആമൻ. എല്ലാവരോടും യാത്ര പറഞ്ഞു. എല്ലാവരും ഒന്ന് ഭാര്യയോട് ചോദിച്ചു, അവൻ എവിടേക്കാണ് പോയത്? മറ്റെങ്ങും പോകാനില്ല. ഇനിയും ഹാനോക്കിന്റെ ഭാര്യയ്ക്ക് മാത്രം മനസ്സിലായി താൻ എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന്. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ കൂടെ അത്ഭുതത്തോടെ ഭാര്യയുടെ അടുക്കിലേക്ക് ഹാനോക്ക് നടന്നു ചെന്നു. ഭാര്യ അടുത്ത് വന്ന് തോളിൽ കൈവച്ച് ചോദിച്ചിരിക്കണം, അച്ചായ പോവാണോ? ഹാനോക്ക് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ നമ്മൾ ഒന്നിച്ച് ജീവിച്ചപ്പോഴും ഞാൻ ദൈവത്തോടു കൂടെ നടക്കുകയായിരുന്നു. ഒരു പക്ഷെ നീ ചിന്തിച്ചിട്ടുണ്ടാകണം, എന്റെ കൂടെ വന്നത് കൊണ്ടാണല്ലോ നിന്റെ ജ്യേഷ്ഠന്മാരോ അനുജത്തിമാരോ ജീവിക്കുന്നതായ സൗഭാഗ്യങ്ങൾ നിനക്ക് ലഭിക്കാതെ പോയതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാകണം. എന്നാൽ ഞാൻ ദൈവത്തോടു കൂടെ നടന്നു. നീയും എന്നെ പോലെ നടന്നാൽ നിനക്കും അവിടെ എത്താം. ചുറ്റും നിൽക്കുന്ന മക്കളോട് പറഞ്ഞു, മക്കൾ, നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ കഴിവില്ലാത്തവനായി പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. മക്കളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പാദ്യം ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളതാണ്. നിങ്ങളും എന്നെ പോലെ നടന്നാൽ നിങ്ങൾക്കും അവിടെ ചെന്നെത്താം. അല്പം മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൂര്യൻ അവിടേക്ക് മറിഞ്ഞു വീഴുന്ന പോലെ തോന്നി. ഒരു ചെറിയ മന്ദമാരുതൻ അവിടുന്ന് വീശിയടിച്ചു. വൃക്ഷലതാദികൾ ഇളകി ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു വലിയ പ്രകാശം അവിടെ വെട്ടിത്തിളങ്ങി. ഒരു സെക്കൻഡ് കൊണ്ട് ഹാനോക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവമക്കൾ കാണാതെയാകുന്ന ഒരു സന്ദർഭം വരാൻ പോവുകയാണ്. ഏകദേശം 100-ലധികം ദിവസങ്ങളായിട്ട് ലോക്ക്ഡൌണിലാണ് നമ്മളൊക്കെ. ദൈവം ഒരു നോട്ടീസ് തന്നിരിക്കുകയാണെന്നുള്ളത് ആരും മറന്നു പോകരുത് കേട്ടോ. ഒരുങ്ങാനുള്ള സന്ദർഭം എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുകയാണ്. ഹാനോക്കിന്റെ ജീവിതം, ഹാനോക്കിന്റെ ജീവിത നിലവാരം, ഹാനോക്കിന്റെ ജീവിത അവസാനം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു നല്ല ജീവിത അവസാനം ഉണ്ടാകുവാൻ ദൈവം നിങ്ങൾക്കെല്ലാം ഭാഗ്യമൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു വേഗം വരാറായി. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ യേശു തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ചിലർ കൂടെ മാനസാന്തരപ്പെടണം എന്ന് വെച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. കർത്താവിനോട് കൂടെ നടക്കാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, അങ്ങേക്ക് കർത്താവിനോട് കൂടെ നടക്കാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രിയ യുവതി യുവാക്കളെ, കർത്താവിനോടുകൂടെ പിശാചിനോടുകൂടെ നടക്കുന്നവർ പിശാച് പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് ചേരുമ്പോൾ, കർത്താവിനോടുകൂടെ നടക്കുന്നവർ കർത്താവ് പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് ചേരുവാനിടയായി. പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് ചേരാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകളും അവരെയും ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കാരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവനെ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവനെ. യേശുവേ
മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും. മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ യേശുവേ മാറാത്ത മിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്വം എൻ പേർക്കായി നൽകിയും. അദ്ദേഹത്തെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓർക്കുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നാം പാടി ആരാധിക്കുന്ന എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന ഗാനം നമ്മുടെ സഭാരാധനകളിലും സന്ധ്യാ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നിർഭരമായിരിക്കും അനുഭവങ്ങളൊക്കെ നമ്മൾ പാടാറുണ്ട്. ആ പാട്ട് പുറത്തു വരുവാനുള്ളൊരു സാഹചര്യം ഇങ്ങനെയാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് താൻ ഇറങ്ങിത്തിരിച്ച സമയങ്ങൾ സ്വന്തം ഭവനത്തിൽ നിന്ന്, അപ്പന്റെ ഭവനത്തിൽ നിന്ന് രക്തബന്ധങ്ങൾ തന്നെ ആട്ടി ഓടിച്ച ഒരു ജീവിത സാഹചര്യമുണ്ടായി. കുടുംബത്തിന് ലഭിക്കേണ്ട നന്മകൾ പോലും ഇല്ലാതെ നീ ഒരിക്കലും ഈ വീട്ടിലേക്ക് നീ കാല് കുത്തരുത് എന്നൊരു വാക്ക് പറഞ്ഞ് ആക്ഷേപിച്ച് ആട്ടി ഓടിച്ച ജീവിത സാഹചര്യത്തിൽ ഒത്തിരി മാനസിക വ്യഥയോടെ പോയ ആ ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ചില വരികളാണ്. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലുമായ സുഖം വിട്ടാൽ മതി, പരൻ ശില്പിയായി പണിത ഒരു നഗരം എനിക്കുണ്ട്, അവിടെ പരനോടുകൂടി എനിക്ക് വാഴാൻ പോയാൽ മതി. ആ മനോഹരമായ ഗാനം ഞങ്ങൾ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നു.
എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത മകരമതി, പരൻ ശില്പിയായി പണിത മകരമതി. പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇണയാകും യേശുവോട് ചേർന്നാൽ മതി, ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടിമണ്ണിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിയിടാം സുവിശേഷ കൊടിമണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണെന്മണാളൻ വന്നാൽ മതി, തിടുക്കമാണെന്മണാളൻ വന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത മകരമതി, പരൻ ശില്പിയായി പണിത മകരമതി. പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി.
ഒരുപക്ഷെ 1-2 പാടി മറന്നു പോകുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പഴയ ചില പാട്ടുകൾ ഇന്നും നമ്മുടെ ഉള്ളിൽ ജീവനായി നിലനിൽക്കുന്നത് മറ്റൊന്നുമല്ല, അനുഭവങ്ങളിലൂടെ പ്രിയപിതാക്കന്മാരെ ദൈവം അനുഭവങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്ന ഗാനങ്ങളായതുകൊണ്ടാണ് ഇന്നും ജീവനോടെ, അല്ലെങ്കിൽ ആ പാട്ടുകൾക്ക് ജീവനുണ്ട്, ജീവനായി തന്നെ ആ പാട്ടുകൾ നിലനിൽക്കുന്നത്. ഒത്തിരി അനുഭവ സമ്പത്തുള്ള ഒരു അനുഗ്രഹീതനായ ദൈവദാസനാണ് പാസ്റ്റർ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി അവറുകൾ. അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് പ്രിയ ദൈവദാസൻ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് ആധികാരികമായി ഇന്ന് രാത്രി സംസാരിപ്പാനിടയായി തീർന്നത്. ഒത്തിരി അനുഭവത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന ഇന്നും നമ്മുടെ സഭായോഗങ്ങളിലും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആരാധനകളിലും സന്ധ്യാപ്രാർത്ഥനകളൊക്കെ പാടി ആരാധിക്കുന്ന ഒരു പഴയൊരു ഗാനം, ക്രിസ്തീയ ജീവിതം പോലെ ഭാഗ്യം പാരിലെന്തുള്ളൂ. ആ പാട്ട് ആലപിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കാൻ അറിയാവുന്നവർ ഈ ഓൺലൈനിലൂടെ, ഈ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും ചേർന്ന് പാടാം. ദൈവത്തിന് മഹത്വം കൊടുത്തു. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ ആമേൻ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ആമേൻ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ.
കൂട്ടുകാരിൽ പരമായി എന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായി എന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേരുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേരുന്ന യേശു പോരായോ. നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യുന്ന, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യുന്ന, നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, നിത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഞങ്ങൾ ഈ സായം സന്ധിയിൽ ഗാനങ്ങളിലൂടെയും ദൈവത്തിന്റെ വചനത്തിലൂടെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതായ ഞങ്ങളുടെ എല്ലാ സ്നേഹിതരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ രാത്രി നടന്ന ഈ വചന ശുശ്രൂഷയും ഈ സംഗീത വിരുന്നുവെന്ന ഈ ആത്മീയ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച ദേവദാസന്മാരോട് രാത്രി ചില വാക്കുകൾ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രോഗ്രാമിൽ കീബോർഡ് വായിച്ച ഈ ശുശ്രൂഷയിൽ ആദ്യോടൊപ്പം സഹകരിച്ചത് ബഹുമാന്യ ദേവദാസൻ മുണ്ടക്കയം സെന്ററിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന സാംകുട്ടി അവറുകളാണ്. ദേവദാസനോടും രാത്രി നന്ദി ഓർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം ആധികാരികമായി ഈ ലൈവിൽ നമുക്ക് ഷെയർ ചെയ്തത് പങ്കുവെച്ച ബഹുമാന്യ ദേവദാസൻ പ്രാരംഭത്തിൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന വലിയ പ്രസ്ഥാനത്തിലെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായി ആ സേവനമനുഷ്ഠിക്കും. അപ്പോൾ തന്നെ നമുക്ക് സമീപമായിരിക്കുന്ന കുറവലങ്ങാട് സെന്റർ ശുശ്രൂഷകനുമായി അനുഗ്രഹീത പ്രഭാഷകൻ, എഴുത്തുകാരൻ ഒക്കെ നിലകളിലൊക്കെ ദൈവം അതിശക്തമായി ഉപയോഗിക്കുന്ന ബഹുമാന്യ ദേവദാസനാണ് രാത്രി വചനം സംസാരിച്ചത്. ദേവദാസനോടും രാത്രി നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ ലൈവ് പ്രോഗ്രാം സൗണ്ട് ലൈറ്റ് ഈ പ്രോഗ്രാമുകൾക്ക് അതിനുവേണ്ടി തന്നത് ബഹുമാന്യ ദേവദാസൻ ബിജു അവറുകളാണ്. അതിന്റെ വീഡിയോ പ്രോഗ്രാമുകൾക്ക് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അവസാനമായി ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. പാസ്റ്റർ മാർട്ടിൻ വർഗീസ് അവറുകൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു പര്യവസാനമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഉയർപ്പിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ പാടുവാനും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും ഒക്കെ കർത്താവ് ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ഭൃത്യനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം, ശക്തീകരിക്കണം. വരുന്ന നാളുകളിലും ശക്തമേറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ അങ്ങയുടെ ഭൃത്യനെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ പ്രിയ കർത്തൃദാസന്മാരെ, കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കർത്താവ്
സഹായിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായി കർത്താവേ, ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമാക്കി കർത്താവ് തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശ്രവിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.